ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബൈ മാളവിക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. ഞാൻ ജീൻസാണ് ഇട്ടേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ജീൻസ് ഇടാറ് കേട്ടോ. ഇന്ന് കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജീൻസ് ഇട്ടതാണ് കേട്ടോ. പിന്നെന്താ, ഞങ്ങളോട് ടൗണിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് ഇവിടെ ആളെടുത്തേക്ക് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ കാറിലിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു വീഡിയോ തട്ടിക്കൂട്ടി ഒരു കുഞ്ഞൊരു വീഡിയോ എടുക്കാം. അപ്പോൾ അമ്പലത്തിൽ പോയി എനിക്ക് കഴിഞ്ഞാൽ എല്ലാ വീക്കും നമ്മുടെ ആവണങ്ങാട് അമ്പലത്തിലേക്ക് ആവണങ്ങാട് അമ്പലത്തിലേക്ക് ഞാൻ പോകാറുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല, പീരിയഡ്സ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ സമയമൊക്കെ കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം തന്നെ എനിക്ക് പോയില്ലെങ്കിൽ ഭയങ്കര ഒരു സമാധാനകേടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങിയത്. പിന്നെന്താ അപ്പോൾ ഇതേ ഏട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും ബബ്ലൂസും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ ആവണങ്ങാട് അമ്പലത്തിലേക്കാണ് പോണത്. അപ്പോൾ വീട്ടിലത്തെ പരിപാടി, അതായത് പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും ഏട്ടനും ബബ്ലൂസിന് ഞാൻ പാല് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശക്കനുണ്ട്. അപ്പോൾ അമ്പലത്തിൽ ആയതുകൊണ്ട് നോണൊന്നും പാടില്ല, എന്തെങ്കിലും സ്നാക്സായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ പരിപ്പ് വട ഉഴുന്നുവടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബബ്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉഴുന്നുവട. അപ്പോൾ ഞാനും പരിപ്പ് വട എടുത്ത് കഴിച്ചു. ഞാൻ പരിപ്പ് വടയും ഉഴുന്നുവടയും എടുത്ത് കഴിച്ചു കേട്ടോ. അത്രയും വിശപ്പുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. നമുക്കവിടെ ചോറുണ്ട് ഉച്ചയ്ക്ക്. അയ്യോ, അത് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ട്, കാരണം വയറ് പെട്ടെന്ന് ഫുള്ളായത്. പിന്നെ എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മേമയുടെ ഹൗസ് വാമിംഗ് ആണ്. വെള്ളിയാഴ്ചയാണ് പാല് വീട്ടിൽ കാച്ചണത്. ഞായറാഴ്ചയാണ് ഫങ്ഷനായിട്ട് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ മേമയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഫർണിച്ചർ നോക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് കുറച്ച് പണികളുണ്ട് നമുക്ക്, അതായത് കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നമുക്ക് ശോഭ പോകണം. പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ ഹൈലൈറ്റ് മാട് ഓപ്പണാണ്, പങ്കെടുക്കൊന്ന് പോകണം. അപ്പോൾ ഇന്ന് ഫുൾ ബിസിയുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ തൊഴുത് നമുക്ക് അവിടെ നിന്ന് പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ നേന്ത്രപ്പഴം ചെറുപഴമൊക്കെ അവിടുത്തെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിട്ട ചോറ് ഞാൻ ഫുള്ളും ബാക്കി വെച്ചിട്ട്, എന്താണെന്നറിയില്ല, ചോറ് തീരെ ഞാൻ കഴിച്ചില്ല കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് തൊഴുത്ത് ഫുഡൊക്കെ കഴിച്ച് റിട്ടേൺ ഫർണിച്ചർ കട ഫുള്ളും കയറി ഇറങ്ങി. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ പിടിച്ചതൊന്നും കിട്ടിയില്ല കേട്ടോ. അവിടെ മനസ്സിൽ ഈ ഒരു സംഭവമായിരുന്നു. സോഫ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ വേറെ ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏട്ടൻ, ഞാൻ വിചാരിച്ചത് നമുക്കിത് കൊടുക്കാം, ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു മനസ്സിലോർക്കാത്തൊരു സാധനമാണ്. അങ്ങനെ നമ്മൾ 1-2 ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി, പക്ഷേ കിട്ടിയില്ല കേട്ടോ. ആകെ സങ്കടം. പിന്നെ ഇന്നലെ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഒരു ഫർണിച്ചർ കടയിൽ നോക്കിയപ്പോൾ ആ സംഭവം ഉണ്ട്. എന്നാലും വേറൊരു ചോയ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആവണങ്ങാട് അമ്പലത്തിലേക്ക് വരല്ലേ, അപ്പോൾ വേറെ അവിടെയൊക്കെ ഷോപ്പുകളിൽ നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫർണിച്ചർ കടയിലൊക്കെ നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫർണിച്ചർ കടയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് എന്നുള്ളത്. നമ്മുടെ മേമയുടെ പാല് കാച്ചലിൻ്റെ ദിവസം തന്നെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരാട്ടെ നമ്മൾ കൊടുത്ത ഗിഫ്റ്റ്. പിന്നെ നേരെ പോയത് ശോഭയിലേക്കാണ് കേട്ടോ. ബബ്ലൂസർ കുറേ നാളെ പറയണോ ശോഭയിലേക്ക് പോകണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ശോഭയിലേക്ക്. ഇന്നാണെങ്കിൽ മൗസിയിൽ 50% ഓഫാണ് കേട്ടോ. ഏത് ഐറ്റം എടുത്താലും അവരുടെ 14th ആനിവേഴ്സറി ആണ്. അപ്പോൾ അവരുടെ മൗസിയിലെ എല്ലാ ഷോപ്പുകളിലും ഓഫറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം റീൽസ് കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശോഭയിലേക്ക് വന്നത്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തത് നമ്മൾ ലിഫ്റ്റിൽ കയറി. ബബ്ലൂസിന് ശോഭ വരാണെങ്കിൽ മസ്റ്റായിട്ടും ഒന്നില്ലെങ്കിൽ ജീപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവന് ഓടിപ്പിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പോലെ അവന് ജീപ്പ് ഓടിപ്പിച്ചു. അവനും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അവൻ്റെ 4th ബർത്ത്ഡേക്ക് ഒരു ജീപ്പ് മേടിച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശമുണ്ട്. നടക്കുമോയെന്നൊന്നും അറിയില്ല. ദൈവം സഹായിക്കുകയാണെങ്കിൽ മേടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ കുറേ അലങ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് പറയാനായിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചു മൗസിയിലൊക്കെ നല്ല തിരക്കുണ്ടാവുമെന്ന്. പക്ഷെ നമുക്ക് പോയ ഉടനെ തന്നെ കിട്ടിയിട്ടാ. എന്തോ ഒരു ഭയത്തിന് പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബബ്ലൂസിന് ഈ മൗസീൻ്റെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരേ എന്താ പറയുക ഗെയിമുകളും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ബബ്ലൂസിന് ഞങ്ങൾ ചെറിയതായിട്ടൊന്ന് പേടിച്ചു. അവൻ അപ്പുറത്തേക്ക് തിരികെ പോകുന്നു. ഭാഗ്യം അവൻ ആ ഒരു ഭാഗത്തേക്ക് പോയില്ല.
അങ്ങനെ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഐറ്റംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ലാർജ് മറ്റേ അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നു, സോറി, ഒരു ഒരു മറ്റേ ബ്രെഡും ചിക്കനൊക്കെ ആയിട്ടൊരു സംഭവം കേട്ടോ. സത്യത്തിൽ ഞാൻ മറന്നൊരു പേര്. അതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതിനൊക്കെ 50% ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് 100 രൂപയുടെ സാധനത്തിന് 50 രൂപ, 150 രൂപയുടെ അതിൻ്റെ പകുതി, അങ്ങനെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നല്ല ഹെവി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിക്ക് തന്നെ ഷേക്ക് കുടിച്ചു കേട്ടോ, അവിൽ മിൽക്ക് ഷേക്ക് കുടിച്ചേ. പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു തണുത്തത് ഈ ഒരു ഷേക്ക് അകത്തേക്ക് ചെന്നപ്പോൾ ഭയങ്കര കൂളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷുഗറൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വരാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ വല്ലപ്പോഴൊക്കെയല്ലേ കഴിക്കണമല്ലോ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഞാൻ അത് കഴിച്ചു. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലാർജും വന്നിട്ടുണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബബ്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അധികം എരിവില്ല, നല്ല ചീസിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ഓരോന്നായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നട്ട്സൊക്കെ അടിപൊളിയായിട്ടാണ് അവർ ഇട്ടേക്കണത് കേട്ടോ. ഒരു പിശുക്കില്ലാണ്ട് നല്ല രീതിക്ക് തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ് കേട്ടോ വരുന്നത്. അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മളതൊക്കെ കഴിച്ചിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് ലൈക്കിൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഏകദേശം ടൈം 4 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ 4 മണിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ടീക്കടയിൽ നിന്ന് പോയിട്ടൊരു ചായ വാങ്ങിയിട്ടാണ്. അങ്ങനെ ലൈക്കിൻ്റെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ബബ്ലൂസിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു ബോട്ടിംഗ് ഉണ്ട്, അതും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ദയ ഹോസ്പിറ്റലുണ്ട്, അതിൽ നേരെ റൗണ്ട് ഹോട്ടലുണ്ട്, അവിടെ വന്നിട്ടായിരുന്നു ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി വിളക്കൊക്കെ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹൈലൈറ്റ് മാളിലേക്ക് വന്നിരിക്കുകയാണ്. രാവിലെ തൊട്ട് വരണം ഉദ്ഘാടനം കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്പലത്തിൽ പോയി ശോഭ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഹൈലൈറ്റ് മാൾ എത്താനായിട്ട് ഇച്ചിരി ലേറ്റ് ആയിട്ട് നമ്മുടെ ഇഷാൻ ദേവിൻ്റെ സോങ്ങൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ള അടിപൊളി സോങ്ങൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കുറച്ച് നേരം കണ്ടു. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ അധികം ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ അവിടെ എൻ്റെ വീട് തൊട്ട് കുട്ടനല്ലൂർ വരാൻ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇനി തൊട്ട് അങ്ങോട്ട് നല്ല ബ്ലോക്കായിരിക്കും. പിന്നെന്താ, അങ്ങനെ ബബ്ലൂസിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങോട്ടൊക്കെ ചുറ്റി കണ്ടു. പിന്നെ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇഷാൻ ദേവിൻ്റെ കുറച്ച് സോങ്സും കാര്യങ്ങളൊക്കെ കേട്ട് നമ്മളവിടെ നിന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീഡിയോ. എല്ലാം ഷോപ്പിംഗ്, ഹൈലൈറ്റ് മാളും നമ്മുടെ ഈ ഒരു മാളിൻ്റെ ഞാൻ പിന്നെ വന്നിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ, സീ യു.